ബിസ്മില്ലാഹി നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. കഴിഞ്ഞ 2 വീഡിയോകളിലായി മക്കയിൽ ആദ്യകാല മുസ്ലിംകൾ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളും സമാധാനത്തിനു വേണ്ടി പ്രവാചകൻ മുഹമ്മദ് നബി വിട്ടുവീഴ്ച ചെയ്ത ഹുദൈബിയ സന്ധിയും നമ്മൾ കണ്ടു. ഹുദൈബിയ സന്ധി ഖുറൈശികൾ എപ്രകാരമാണ് ലംഘിച്ചത് എന്നും ചരിത്രകാരന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കി. ആ ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇന്ന് നാം ജബ്ബാർ മാഷിന്റെ വാദങ്ങളെ പരിശോധിക്കാൻ. സൂറത്ത് തൗബയെ കുറിച്ച് ചില വിമർശനങ്ങൾ ഉയർത്തപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ജബ്ബാർ മാഷ് തന്റെ ക്ലാസ്സിൽ 5 പ്രധാന ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. 1. സൂറത്ത് തൗബയിൽ ബിസ്മില്ലാഹ് ഇല്ലാത്തത് അത് മോശം അധ്യായമായത് കൊണ്ടാണ്. 2. സൂറത്ത് തൗബ ഖുർആനിലെ ഏറ്റവും മോശം അധ്യായമാണ്. 3. ഇത് മുഹമ്മദിന്റെ ഫാസിസ്റ്റ് പ്രഖ്യാപനമാണ്. 4. തബൂക്ക് യുദ്ധം കൊള്ളയടിക്കാൻ നടത്തിയ ആക്രമണമായിരുന്നു. 5. മദീനക്കാരെ പുലമ്പം പറയുന്നതാണ് ഈ സൂറത്തിന്റെ പ്രധാന ഉള്ളടക്കം. ഈ ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ചരിത്രവും ഖുർആനും എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബിസ്മില്ലാ ഇല്ലാത്തത് നെറുകേട് കൊണ്ടോ? മാഷിയുടെ പറയുന്ന ഏറ്റവും വലിയൊരു തമാശ, സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നില്ലാത്തത് ഈ അധ്യായം കാരുണ്യമില്ലാത്ത നെറുകെട്ട് ഒന്നായത് കൊണ്ടാണ് എന്നാണ്. ഇതിന് അദ്ദേഹം മുഫസ്സിറുകളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിലെ യഥാർത്ഥ വസ്തുത? ബിസ്മി എന്നത് കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രഖ്യാപനമാണ്. എന്നാൽ സൂറത്ത് തൗബ അവതരിക്കുന്നത് സമാധാനത്തിന്റെ പശ്ചാത്തലത്തിലല്ല. ഹുദൈബിയ സമാധാന കരാർ ലംഘിക്കുകയും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത വഞ്ചകരായ ശത്രുക്കൾക്ക് മുന്നിൽ അറേബ്യൻ ഭരണകൂടം നൽകുന്ന അന്തിമമായ ഒരു മുന്നറിയിപ്പാണ് സൂറത്ത് തൗബ. കാരുണ്യം അർഹിക്കാത്ത വഞ്ചകർക്കും രാജ്യദ്രോഹികൾക്കും മുന്നിൽ ഒരു ഭരണകൂടം കാരുണ്യത്തിന്റെ പേരിലല്ല, മറിച്ച് നീതിയുടെ പേരിലാണ് നടപടിയെടുക്കുക. അതുകൊണ്ടാണ് അവിടെ ബിസ്മി ഇല്ലാത്തത് എന്ന് ഇബ്നു കസീറിനെ പോലെയുള്ള പ്രമുഖ വ്യാഖ്യാതാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്യദ്രോഹിക്കെതിരെ നിയമ നടപടിയെടുക്കുമ്പോൾ അത് കാരുണ്യമില്ലാത്തത് കൊണ്ടാണോ അതോ നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണോ മാഷെ? ഇതിനെയാണോ താങ്കൾ നെറുകേട് എന്ന് വിളിക്കുന്നത്? ജബ്ബാർ മാഷിന്റെ രണ്ടാമത്തെ ആരോപണം സൂറത്ത് തൗബ ഖുർആനിലെ ഏറ്റവും മോശം അധ്യായമാണ് എന്നാണ്. എന്നാൽ സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അധ്യായം നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ യഥാർത്ഥ ഉള്ളടക്കം എന്താണെന്ന് പരിശോധിച്ചിട്ടല്ലേ? നമുക്കൊന്ന് നോക്കാം സൂറത്ത് തൗബയിൽ പ്രധാനമായും എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. സമാധാന കരാർ ലംഘിച്ച ഗോത്രങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനം. 2. സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്ന കപടവിശ്വാസികളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ. 3. യുദ്ധ സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട കൃത്യമായ നിയമങ്ങൾ. 4. തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് വരുന്നവർക്ക് അള്ളാഹു നൽകുന്ന മാപ്പ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിന് തൗബ അഥവാ പശ്ചാത്താപം എന്ന് പേര് നൽകിയിരിക്കുന്നത് തന്നെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു അധ്യായത്തിന്റെ പേര് തന്നെ പശ്ചാത്താപം എന്നാണെങ്കിൽ അത് മുഴുവൻ വെറുപ്പും ക്രൂരതയും മാത്രമുള്ള അധ്യായമാണെന്ന് സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഈ അധ്യായത്തിൽ ഉടനീളം അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മുഴുവൻ അധ്യായത്തെയും ഏറ്റവും മോശമെന്ന് വിശേഷിപ്പിക്കുന്നത് ജബ്ബാർ മാഷിന്റെ കേവലം ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ മാത്രമാണ്. അതൊരിക്കലും ചരിത്രപരമായ ഒരു നിഗമനമല്ല. മൂന്നാമതായി അദ്ദേഹം ഇത് ഫാസിസമാണ് എന്ന് പറയുന്നു. ഹുദൈബിയ സമാധാന കരാർ ലംഘിച്ച ഖുറൈശികൾക്ക് പ്രവാചകൻ അലിയെ കൊണ്ട് കൊടുത്തയച്ച സന്ദേശം ഫാസിസത്തിന്റെ വിളംബരമാണത്രേ. സ്വന്തം കൂടെയുള്ളവരെ വരെ ചതിച്ചുകൊന്ന ആ ശത്രുക്കൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്. മറിച്ച് അവർക്ക് ചിന്തിക്കാനും തെറ്റുകൾ തിരുത്താനും വേണമെങ്കിൽ സുരക്ഷിതമായ നാട് വിട്ടു പോകാനും 4 മാസത്തെ സമയം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്.
ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഫാസിസ്റ്റ് ഭരണകൂടം ശത്രുക്കൾക്ക് രക്ഷപ്പെടാൻ 4 മാസത്തെ സമയം നൽകിയ ചരിത്രമുണ്ടോ മാഷേ? ഇത് ഫാസിസമല്ല, മറിച്ച് അങ്ങേയറ്റത്തെ നീതിയാണ്, സമാധാനമാണ്. ഈ ചരിത്ര സത്യങ്ങളെയാണ് ജബ്ബാർ മാഷ് പകുതി മാത്രം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് മുഹമ്മദിന്റെ ഫാസിസ്റ്റ് പ്രഖ്യാപനമാണ് എന്ന് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ആദ്യം എന്താണ് ഈ ഫാസിസം എന്ന് നമുക്കൊന്ന് നോക്കാം. ഫാസിസത്തിന്റെ പ്രധാന സവിശേഷതകൾ: 1. ഒരു വംശത്തിന്റെ മേൽക്കോയ്മ. 2. മറ്റുള്ളവരെ താഴ്ന്നവരായി കാണൽ. 3. വിമർശനങ്ങളെ അടിച്ചമർത്തൽ. 4. അധികാരം ഒരു വിഭാഗത്തിന്റെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കൽ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയുമില്ല, വെള്ളക്കാരന് കറുത്തവനേക്കാളും ശ്രേഷ്ഠതയില്ല. മനുഷ്യർക്കിടയിലെ ശ്രേഷ്ഠത ദൈവഭക്തിയിൽ മാത്രമാണ്. ഈ ഫാസിസത്തിന്റെ അടിസ്ഥാന ആശയത്തിന് തന്നെ പൂർണ്ണമായും വിരുദ്ധമാണ് സൂറത്ത് തൗബയിലും വിമർശിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വംശമല്ല, മറിച്ച് കരാർ ലംഘിച്ചവരും യുദ്ധം പ്രഖ്യാപിച്ചവരുമാണ്. അതിനാൽ രാജ്യദ്രോഹികൾക്കെതിരെയുള്ള ഈ രാഷ്ട്രീയ സൈനിക പ്രഖ്യാപനത്തെ ഫാസിസം എന്ന് വിളിക്കുന്നത് ചരിത്രപരമായ ഒരിക്കലും കൃത്യമായ നിർവചനമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ചത് 3 പ്രധാന ആരോപണങ്ങളാണ്. ഒന്നാമത്, സൂറത്ത് തൗബയിൽ ബിസ്മില്ല ഇല്ലാത്തത് അത് മോശം അധ്യായമായത് കൊണ്ടാണോ? രണ്ടാമത്, സൂറത്ത് തൗബ ഖുർആനിലെ ഏറ്റവും മോശം അധ്യായമാണോ? മൂന്നാമത്, ഇത് മുഹമ്മദിന്റെ ഫാസിസ്റ്റ് പ്രഖ്യാപനമാണോ? ചരിത്രവും തഫ്സീറുകളും പരിശോധിച്ചപ്പോൾ ഈ ആരോപണങ്ങൾ അത്ര ലളിതമായി സ്ഥാപിക്കാൻ കഴിയുന്നതല്ലെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ജബ്ബാർ മാഷിന്റെ വിമർശനം ഇവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം അടുത്തതായി പറയുന്നത് തബൂക്ക് യുദ്ധം കൊള്ളയടിക്കാൻ നടത്തിയ ആക്രമണമായിരുന്നു. മദീനക്കാർ യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല, അതുകൊണ്ട് മുഹമ്മദ് അവരെ പുലഭ്യം പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് ചരിത്രരേഖകളുടെയും ഖുർആൻ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത വീഡിയോയിൽ മറുപടി അന്വേഷിക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു നമ്മെ സത്യം മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.